കൊച്ചിയിൽ ആഡംബര ഹോട്ടലിലെ ലഹരി പാർട്ടിയിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമോ? ഡോക്ടർമാരും അഭിഭാഷകരും ഉൾപ്പെടുന്ന സംഘത്തെ പിടികൂടിയതിന് പിന്നാലെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ലഹരിയുടെ ഉറവിടം തേടിയാണ് അന്വേഷണം നടക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിൽ കോടികളുടെ ലഹരി വിൽപ്പന നടത്തുന്നതാണ് സൂചന. കേസിലെ മുഖ്യപ്രതി ഷോണിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ലഹരി സംഘങ്ങളുമായി ഇവർക്കുള്ള ബന്ധമടക്കം പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ഈവന്റ് മാനേജ്മെന്റ് ഉടമയായ ഷാജി ഫെർണാണ്ടോ ആണ് യുവാക്കൾക്ക് ലഹരി എത്തിച്ചു നൽകുന്നത്. ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലായിരുന്നു ലഹരി വിൽപ്പന. ഈ സംഘം സ്ഥിരമായി ആഡംബര ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം നടത്താറുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത മെത്താഫിറ്റമിൻ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ എത്തിച്ചത് തായ്ലൻഡ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഷോൺ നടത്തിയ ക്രൂയിസ് പാർട്ടിയിലും അന്വേഷണമുണ്ട്. കല്ലൂർ സ്വദേശിയും അഭിഭാഷകനുമായ രോഹിത് നായർ, കല്ലൂർ സ്വദേശിയും റെസ്റ്റോറന്റ് ഉടമയുമായ ഓസ്റ്റിൻ ജോസ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ബിസിനസ്സുകാരനായ ജിനോ മുരളി, ആലപ്പുഴ സ്വദേശിയും ന്യൂട്രീഷ്യനുമായ അക്ബർ ഷാ, പന്തളം സ്വദേശിനിയും ദന്ത ഡോക്ടറുമായ ബെൻസി റാവുത്തർ, ഫിസിയോതെറാപ്പിസ്റ്റ് സെയ്ദലി ഫാത്തിമ, കണ്ണൂർ സ്വദേശിനിയും ഏവിയേഷൻ വിദ്യാർത്ഥിയുമായ അമൽ റൌഫ്, തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശി ഷാജി ഫെർണാണ്ടോ എന്ന ഷോൺ എന്നിവരാണ് പിടിയിലായത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.